അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് അവനൊരു ഷിറ്റ്സ് ഉണ്ട് കേട്ടോ. അതിനിപ്പോ കുറച്ച് പപ്പീസ് ഉണ്ടായിട്ടുണ്ട്. 5-6 ഉണ്ടല്ലോ, 5-6 അല്ല 7-8 ഉണ്ട് ഓൾറെഡി. ഇപ്പൊ കുറച്ച് നാളായി, പക്ഷെ 1-2 ഇപ്പൊ ഓൾറെഡി സെയിലായിട്ടുണ്ട്. അപ്പൊ ഇനിയും ചെല്ലുവാണെങ്കിൽ ബാക്കി കൂടെ കിട്ടത്തില്ല. കുറച്ച് ഫോട്ടോ എടുക്കാൻ, റീൽസ് എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. ഞങ്ങൾ ഓൾറെഡി ഫോട്ടോയിലും റീൽസിലൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടാണ്, അടിപൊളിയല്ലേടാ. അപ്പം ഞങ്ങള് അവിടെ പോയി പപ്പീസിനെ ഒക്കെ കണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് വരാം. അപ്പൊ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. എന്നെ കടിച്ചു. നമ്മള് അരുൺ കൃഷ്ണന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അരുൺ എനിക്ക് ഇക്കളെടുക്കുന്നു. ലക്കി നമ്മുടെ പപ്പീസ്, മമ്മി ആൻഡ് ഓണർ. നിക്കി അടിപൊളിയല്ലേ? അയ്യോ പാല് കുടിക്കാം, പക്ഷെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. അമ്മ കടിക്കോ? കോച്ചിനെ എടുത്താ പിന്നെ കടിക്കത്തില്ലേ? അമ്മയല്ലേ എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. ഞാൻ കടി കിട്ടാനല്ലേ. കൊടുക്ക് വീട്ടിലെടുത്ത്. നമ്മുടെ ഷിറ്റ്സു ബേബീസ്. കുഞ്ഞിനടുത്തേന് കളിപ്പായി കേട്ടോ. Oh my god. താടിയല്ലേ കുഞ്ഞിനെ കടിക്കത്തില്ല. സൂര്യ മേടിച്ചിരിക്കുവാണേ. നല്ല ഭംഗി കേട്ടോ. നീ പറഞ്ഞു എങ്ങോട്ടായിരുന്നു വിട്ടത്? മലപ്പുറത്തോ? ഇച്ചിരി കൂടെ നീക്കിക്കെ ഒരു അക്ഷയ്കുമാറേ. ആ വീഡിയോ ഇവ ആരാ പിന്നെ കാണിക്കുന്ന? ഈ പപ്പിനെ സെയിൽ ചെയ്യാൻ വെച്ചേക്കോട്ടോ. ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ അരുൺ കൃഷ്ണ നമ്പർ അടിയിട്ട് തന്നേക്കാം. ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി. കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളവനാ ഇത്. ഭയങ്കര ചിക്സ് ഒക്കെ മിക്ക മെമ്പിള്ളേരൊക്കെ വാങ്ങിക്കത്തുള്ളൂ കുഞ്ഞു ഷിറ്റ്സുനൊക്കെ. അതല്ലേ ഞാൻ പറഞ്ഞത്. കൊള്ളാം. എന്നാലും എന്റെ ഷൈൻകുട്ടൻ അത്രയും വരത്തില്ല. ഷൈൻകുട്ടനെ കാണിച്ച് എന്താ ചിരുവനുണ്ടോ? ഇതിന്റെ ഹെയർ ഫുള്ള് കളഞ്ഞ കറക്റ്റ് പഗ്ഗാണല്ലേ? ഇങ്ങനെ പോലെ ഇരിക്കുന്നു. പട്ടിനെ എത്ര പേരെ തലോടുന്നത്? അങ്ങനെ എന്നെ തലോടിയായിരുന്നെങ്കിൽ പട്ടിനെ കുറെ എല്ലാരും. ഞാനൊക്കെ ഷൈൻകുട്ടനെ കൂടെ കിടത്തായിരുന്നു. എന്റെ മുത്തോനെ ഞാനിങ്ങനെ എടുത്തോണ്ടൊക്കെ കിടക്കുമായിരുന്നു എല്ലാവരും. ദൈവമേ, ഇത് കലാപോകനാ. ഞാൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്, ക്ഷമിക്കണം. അടിപൊളി. ഇതേ ഉണ്ണിക്കണോട് ഞാൻ രാവിലെ പറഞ്ഞുള്ളൂ. നല്ല അല്ല നേരം പോകുന്ന അറിയത്തില്ല. ഇത്തിരി മെനക്കെടാന്നുള്ളു നോക്കുന്നത്. പക്ഷെ ഭയങ്കര സ്നേഹമാട്ടാ. ബെറ്റർ ദാൻ ഹ്യൂമൻസ്, ഡോഗ്സ്. ഉണ്ണിക്കുട്ടനൊക്കെ പറയാം ബെറ്റർ ദാൻ ഹ്യൂമൻസ്. അവിടെ നിന്ന് എന്ത് പറയാനാ. ഞങ്ങളിവിടെ പപ്പിനെ കാണിക്കുമ്പോൾ നാനോട് ഇടിയിടുന്നു. ഇത് നമ്മുടെ ഇപ്പൊ 35 days ആയിട്ടുള്ളൂ. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ ഇന്നാണ് കൊടുത്തത്. ഞാനപ്പം എല്ലാരും നേരത്തെ കൊടുക്കുന്നേ, അപ്പൊ എനിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നിയില്ല. കുറച്ചും കൂടെ ആയി ഒന്ന് ഓടി കളിക്കുന്ന പ്രായമൊക്കെ ആകുമ്പോ കൊടുക്കാന്നുള്ളത്. കാരണം ഇവര് കുഞ്ഞല്ലേ, അതുകൊണ്ട് അധികം ഫുഡ് ഒന്നും വേണ്ട, നോക്കാനൊക്കെ എളുപ്പമാ. പിന്നെ അങ്ങനെ നിർത്തിയതാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പിള്ളേരെ കഴിക്കുന്നത്. പിന്നെ ഒരാള് താഴത്താണ്, അത് ഞാൻ കണ്ടില്ല. അവളെ മാറ്റിയിട്ടേക്കോ, അവരുടെ എല്ലാം കൂടി ഇടി വെച്ച് അവളുടെ കണ്ണിന് ഇൻഫെക്ഷൻ ആയിട്ട് മാറ്റിയിട്ടേക്കോ. ട്രീറ്റ്മെന്റിലാണോ? കളിച്ചു
എല്ലാരും കൂടെ നല്ല രസമാണ്, എല്ലാരും കൂടെ കളിക്കുന്നത്. അതിന് ഇഷ്ടപ്പെടുന്നില്ല. ശശികുമാറിനെ കണ്ടിട്ടോ? നിന്നെ കണ്ടിട്ടല്ലേ? ആ കണ്ട ശശികുമാറിന് പേര് കേട്ടവളെ വട്ടി വരച്ച്. മനസ്സ് കഴിഞ്ഞെങ്കിൽ ഞാനീ പൊക്കോട്ടെ. അതെ. ഫോട്ടോ എല്ലാം ശരിയാവും, എന്ത് ശരിയാവുന്നു? ലൈഫിലെല്ലാം ഓക്കെ ആവും. ശശികുമാറെ മതി. എന്നെ പട്ടിക്കുട്ടെ പട്ടിക്കുട്ടി കളി. രണ്ടുപേരും മാറി. ഇവിടെ ഭയങ്കര ഇടി ഈ രണ്ടെണ്ണം തമ്മിൽ. നോക്കിക്കേ, വീഡിയോ ഉടക്കി കാണിച്ചപ്പോ ഇടിയും പോയി സ്നേഹമാണ്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ പറഞ്ഞവരുടെ ഇടിയൊക്കെ അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കുറെ നേരം പപ്പീസ് ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത എന്തെങ്കിലും സങ്കടമാണെങ്കിലും വിഷമാണെങ്കിലും നമ്മൾ ഇവരായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് നല്ല റിലീഫ് കിട്ടും. നമ്മുടെ ടൈം ഒക്കെ പെട്ടെന്ന് പോകും. നല്ല രസമാണ്. എന്റെ ഉടുപ്പൊക്കെ കടിച്ചെടുക്കാൻ നോക്കിക്കേ. ഏട്ടാ കുട്ടാപ്പി ഇവിടെ നിനക്ക് ഇങ്ങനത്തെ പട്ടിനെ കാണിച്ചൂടെ? ഇവിടെ എനിക്ക് എന്റെ വീട്ടിൽ ഫുഡ് തരുന്നത് കഷ്ടിച്ച ഈ പട്ടിനെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ല. ഇവനെ നോക്കി, ഇവനാന്ന് തോന്നുന്നു ഇച്ചിരി ടെറർ. അവനെന്നെ കടിച്ചത് എടാ മോനെ, ബാക്കി എല്ലാരും അടിച്ചു കയറി ഇങ്ങോട്ട് വാ. ഒരാളും കൂടെ ഉണ്ട് അക്ഷയകുമാറിന്റെ ബാക്കിൽ. അയ്യോ അത് അപ്പിട്ട് എന്നെ കടിക്കുന്നു. കടിച്ചിട്ട് വേദന എടുക്കത്തില്ലടാ. കൈ എന്റെ ഉടുപ്പൊക്കെ വലിച്ചു കയറുവാണോ നീ? അവൻ ചട്ടിപടിയാണല്ലോ. മോനെ ശിവൻ, ഇവൻ ടെററാണ്. ഭയങ്കര ഇഷ്ടമാണ്. കടിക്കുന്നുണ്ട്, കടിക്കാൻ നോക്കിക്കോ. പക്ഷെ വേദന ഒന്നും എടുക്കത്തില്ലടാ, ഭയങ്കര കുഞ്ഞു പല്ലാണ് ഇതിന്. ചെറിയ പല്ല. എന്നാലും ഞാൻ കൈ വെച്ച് കൊടുക്കത്തില്ല. എന്നെ കടിച്ചു നേരത്തെ കാലില്. പക്ഷെ ഇക്കളെടുക്കും നമുക്ക്. നോക്കിക്കേ, നേരത്തെ ഇങ്ങനെ കാലിലൊക്കെ കടിക്കുന്നുണ്ട്. പക്ഷെ വേദന എടുക്കത്തില്ല കേട്ടോ, ഇക്കളെടുക്കത്തില്ല. ടെറർ. ഇങ്ങോട്ട് വാ, കില്ലറിന്റെ വീഡിയോ എടുക്കാം നമുക്ക്. അതിനെ കൂടെ തുറന്നു വിട്. വേണ്ട, അതിന്റെ ഒട്ടയ്ക്ക് ചെവിയൊക്കെ കടിച്ചു പറിക്കാൻ നോക്കിക്കേ. ഇത് അവനെ വലിച്ചോണ്ടോ നോക്കിക്കേ. ഈ ഉമ്മോക്കും കണ്ടോ? കൂടെ അവര് ഇടിയിടുവാണ്. അവന്റെ ചെവി നോക്കിക്കേ കടിച്ച്. ഇത് ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞൻ, ആണോ? ലാസ്റ്റ് വന്നല്ലേ ഇവൻ ഇടയ്ക്ക് അങ്ങനെ. അതുണ്ട്, അത് ഏറ്റവും വലുതാണ്, പക്ഷെ അത് മൂന്നാമതാവുന്നത്. എന്താണ് നീതു ബേബി പട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ്? പട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. ഷൈൻകുട്ടൻ എന്നായിരുന്നു അവന്റെ പേര്. അവന് പഗ്ഗായിരുന്നു കേട്ടോ. അവന് പിന്നെ വയ്യാണ്ട് മരിച്ചതാണ്. ഞാൻ നല്ല രീതിയിൽ അങ്ങനെയല്ല, നമ്മൾ അവർക്ക് ഫുഡ് എടുത്ത് അവരെ കൂടെ കിടത്തി ഒരു കുഞ്ഞിനെ പോലെ, ഭയങ്കര ഒരു കൊച്ചിനെ പോലെ നോക്കുമ്പോൾ നല്ല രസമാട്ടോ. അത് പട്ടി ഉള്ളവർക്ക് അല്ലെങ്കിൽ അത് ഉള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ശരിയാണ്. അപ്പൊ ഗൈസ് നോക്കിക്കേ, നല്ല രസമില്ലേ? എല്ലാത്തിനെയും കൂടി ഇങ്ങനെ കൂടിത്തി വിരിച്ചിടാനായിട്ട്. എന്റെ ഉടുപ്പും എന്റെ കാലും ഒക്കെ കടിച്ച്. അവിടെ ഇവിടെ അതെ, നമ്മുടെ വിച്ചപ്പനൊരു പട്ടി ഉണ്ട് കേട്ടാ. എന്റെ പേരെന്താടാ? തുമ്പി. വിച്ചപ്പൻ ഫ്രണ്ട് വാ. അങ്ങനെ പേരിടാൻ കാരണം ഒന്ന് പറഞ്ഞു തന്നെ. നീ ആരാണെന്ന് പഴയ പഴംപുരാണം പറയുന്നത്? ഓ തമ്പുരാൻ ഇപ്പൊ അണ്ണാക്കി കിട്ടിയോണ്ടല്ലേ തമ്പുരാൻ മിണ്ടാസ്. അവർ വെച്ചപ്പോ നിന്റെ കഥയെന്ന് പറഞ്ഞു. കഥ പറയാം, എല്ലാരും കേട്ടോ ഈ കഥ. ഈ തുമ്പിന്ന് പേരിട്ടാ പേരിടാൻ പറഞ്ഞു നടക്കുന്നത് വിചാരിച്ചു. പെറ്റ്സിനാണെങ്കിലും കുറെ പേര് വാങ്ങിച്ച് മറ്റേ കയറിട്ട്, കയറല്ല ചങ്ങലേക്ക് ഇട്ട് കിട്ടും. പക്ഷെ അങ്ങനെ ഇത് കണ്ട് ഇത് വേണമെങ്കിൽ എല്ലാം ഇടയ്ക്ക് അതിനെ കൂട്ടി കയറ്റണമെന്നല്ല. പക്ഷെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുമ്പോൾ അതുങ്ങൾ ഫ്രീ ആകും. അതുങ്ങൾക്ക് ഇഷ്ടം. അല്ലാണ്ട് പട്ടിനെ നമ്മളൊക്കെ ഇപ്പൊ റൂമിലിട്ട് കൂട്ടി വെച്ച സിറ്റുവേഷൻ എന്തായിരിക്കും? അത് തന്നെയല്ലേ ഇവർക്കും, അല്ലേ? അപ്പൊ ഗൈസ് നമ്മളിവിടെ വന്ന് പപ്പീസും കുട്ടികളും ഒക്കെ ആയിട്ട് പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് കുറെ വീഡിയോ എടുത്തിട്ടുണ്ട്. നൈസ് ആയിരുന്നുണ്ട്. കുറെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത്. ഞങ്ങൾ വന്ന പക്ഷെ വെയിലായിരുന്നു. ഇപ്പൊ മഴ ആയതുകൊണ്ടിട്ട് പിന്നെ കുറച്ച് ലാഗായി. അപ്പം നിങ്ങൾക്ക് ഈ പപ്പീസിനെ, ക്യൂട്ട് പപ്പീസിനെ വേണമെങ്കിൽ അരുൺ കൃഷ്ണൻ ഓണറാണ്. ഞാൻ നമ്പർ അടിയിൽ കൊടുത്തേക്കാം. അപ്പം അവനെ കോണ്ടാക്ട് ചെയ്താൽ മതി. വേഗം തീർന്നതിന് മുന്നേ വാങ്ങിച്ചോട്ടെ. ഇപ്പൊ തന്നെ കുറെ പേരൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം ബൈ ബൈ.